പഴയ മൊബൈലും ലാപ്ടോപ്പും ബൾബും ബാറ്ററിയും ഒക്കെ അലക്ഷ്യമായി പൊതുനിരത്തിലിടാൻ വരട്ടെ, ഇനി പിടിവീഴും. 2022 ഇ വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടങ്ങൾ പ്രകാരം പൊതുസ്ഥലങ്ങളിൽ ഈ മാലിന്യം ഉപേക്ഷിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് തദ്ദേശ വകുപ്പ്. വീടുകളിലെ ഈ മാലിന്യം ശേഖരിക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങളെത്തും. പുനഃചംക്രമണ യോഗ്യമായ ഈ മാലിന്യം, ആപത്കരമായ ഈ മാലിന്യം എന്നിങ്ങനെ തരംതിരിച്ചുള്ളവ വീടുകളിലെത്തി ഏറ്റെടുക്കും. വീണ്ടും ഉപയോഗ സാധ്യതയുള്ളവയ്ക്ക് നിശ്ചിത തുക നൽകി ഏറ്റെടുക്കും. ഈ മാസം 15 മുതൽ എല്ലാ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഈ മാലിന്യ ശേഖരണം നടത്താൻ തദ്ദേശ സെക്രട്ടറിമാർക്ക് വകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഈ മാലിന്യം ക്ലീൻ കേരള കമ്പനിയാണ് ഏറ്റെടുക്കുക. പുനരുപയോഗ സാധ്യതയുള്ള മാലിന്യത്തിന് ഹരിതകർമ്മസേനയ്ക്ക് നിശ്ചിത തുകയും കൈമാറും. ആപത്കര ഈ മാലിന്യ വിഭാഗത്തിൽപ്പെടുന്നവ സംസ്കരിക്കാനുള്ള തുക തദ്ദേശ വകുപ്പ് ക്ലീൻ കേരള കമ്പനിക്ക് നൽകേണ്ടി വരും. പുനഃചംക്രമണ സാധ്യമായ ഈ മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മസേന മാലിന്യം കൈകാര്യം ചെയ്യുന്ന ഏജൻസിയുമായി കരാറുണ്ടാക്കണം. ആപൽക്കരമായ ഈ മാലിന്യം ശേഖരിക്കുന്നവർ കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡുമായി കരാറിലേർപ്പെടണം. കരാറിൽ ഏർപ്പെടാതെ ഈ മാലിന്യം ശേഖരിക്കുന്നത് അനുവദനീയമല്ല. വീടുകളിലെത്തി ആക്രി ശേഖരിക്കുന്നവർക്ക് ഇനി മുതൽ ഈ മാലിന്യം ശേഖരിക്കാനാകില്ല. ട്യൂബ് ലൈറ്റ്, പിക്ചർ ട്യൂബ് തുടങ്ങിയവ ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്ന പ്രവണത ആരോഗ്യ ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ മാലിന്യ സംസ്കരണം കർശനമാക്കുന്നത്. മാലിന്യം ഏതൊക്കെ എന്നത് സംബന്ധിച്ച് വീടുകളിൽ ബോധവൽക്കരണം നടത്തേണ്ട ചുമതല കുടുംബശ്രീക്കാണ് നൽകിയിട്ടുള്ളത്.